ഹലോ ഐ സുഖമല്ലേ, വെൽക്കം ടു റൂം മേക്ക് ഓവർ സീരീസ് പാർട്ട് 7. അപ്പോൾ നമ്മുടെ ഈ മിറർ താഴെ വീണതിൻ്റെ അന്ന് പോയ പോക്കാണ് ഞാൻ. ക്ലാസ്സിലെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതും പോയിട്ട് മെയിനായിട്ട് ഒരു ഡ്രില്ലറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം കുറച്ചധികം സാധനങ്ങൾ കൂടെ റൂമിൽ സെറ്റാക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ ആളിവിടെ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ദാണ്ട് ഈ ഒരു ഫിഷിനെ. ഞാൻ അവന് ഇതുവരെ ഒരു നെയിം ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണേ. എന്നാണ്ട് ഇവിടെയായിരുന്നു ഞാൻ വച്ചിരുന്നത്. അന്നാളത്തെ ആ സംഭവം തറയിൽ വീണപ്പോഴത്തേനും പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഞാൻ ടേബിളിൻ്റെ മണ്ടയിൽ വെച്ച്. അപ്പം ഇന്ന് ഈ സംഭവം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അങ്കിൾ വരുന്നുണ്ട്, ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആണി അടിച്ചു കഴിഞ്ഞാൽ ഈ വോളിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഡ്രില്ല് ചെയ്യാൻ വെച്ചത്. അങ്ങനെ ഒരെണ്ണം ഫിറ്റ് ചെയ്ത്. അവിടെ മാത്രമല്ല, എൻ്റെ ബെഡിൻ്റെ മുകളിലും ഒരെണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ ഈ മിറർ വീണില്ലേ, അവിടെയും ഞാൻ പിന്നെ ഡ്രില്ല് ചെയ്തിട്ട് ആണി വെച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞത്. അപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പോൾറോയിഡ്സ് ഒക്കെ വെച്ചിട്ടൊരു ഐഡിയ ആണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഞാനിത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റാണ്. ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. നല്ല അടിപൊളി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിങ്ങനെ കാണാനാണ് രാത്രി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാനാണ് രസം. ഞാനപ്പോൾ ഇത് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ ഒരു അദസീവായിട്ടുള്ളൊരു ജെല്ല് കണക്കത്തൊരു സാധനമുണ്ട് ഒട്ടിച്ച് വെക്കാനേ. അത് വെച്ചിട്ടാണ് ഒട്ടിച്ച് വെക്കുന്നത്. പിന്നെ ഇളകി വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട, നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഇങ്ങനെ ലൈറ്റിൻ്റെ ഇതിൽ തന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ലൈറ്റ് അണച്ച് കാണുമ്പോൾ അതിനെക്കാട്ടും ഭംഗിയായിരുന്നു. ഇപ്പം 3 ലൈറ്റ് മോഡുണ്ട്: വാം, കൂള്, പിന്നെ ഒരു നോർമൽ ഒരു വൈറ്റ് ലൈറ്റിംഗ് പോലത്തെ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലും എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ആക്കണം. ഇത് എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പം എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് റൈറ്റ് നോ നമ്മുടെ റൂം ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 വച്ച സ്റ്റാൻഡിലും എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കോർ ചെയ്യണം. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.